ലോകം ഇന്നേ വരെ കണ്ട ഏറ്റവും മാരകമായ ഒരു രോഗം ടാൻസാനിയയിൽ കണ്ടെത്തിയതായിട്ടാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. കണ്ണിലൂടെ രക്തം വന്ന് മനുഷ്യജീവൻ എടുക്കുന്ന ഈ രോഗം ബാധിച്ച് 9 പേരിൽ 8 പേർ കൊല്ലപ്പെടുകയും ചെയ്തു. മാർബർഗ് എന്നാണ് ഈ രോഗത്തിന് പേരിട്ടിരിക്കുന്നത്. ഈ രോഗത്തെക്കുറിച്ച് ലോകാരോഗ്യ സംഘടന മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട്. മാരക രോഗമായ ഇബോളയെ പോലെ തന്നെ ചികിത്സിച്ച് ഭേദപ്പെടുത്താൻ കഴിയാത്ത ഒരു രോഗം തന്നെയാണ് മാർബർഗും എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. നിലവിൽ ഈ രോഗത്തിന് ഫലപ്രദമായ ചികിത്സയോ പ്രതിരോധ സംവിധാനങ്ങളോ കണ്ടെത്തിയിട്ടില്ല എന്നതാണ് ഏറ്റവും വലിയ വെല്ലുവിളിയായി നിലനിൽക്കുന്നത്. ആരോഗ്യ പ്രവർത്തകർക്കും ഈ രോഗം വലിയ ഭീഷണിയും പ്രതിസന്ധികളുമാണ് ഉയർത്തുന്നത്. നിലവിൽ ടാൻസാനിയയിലെ വടക്ക് കിഴക്കൻ മേഖലയായ കഗേരയിലാണ് ഈ രോഗം കൂടുതലും സ്ഥിരീകരിച്ചിട്ടുള്ളത്. ലോകാരോഗ്യ സംഘടന ഈ മേഖലയിലേക്ക് വിദഗ്ധ സംഘത്തെ നിലവിൽ നിയോഗിച്ചിട്ടുമുണ്ട്. ടാൻസാനിയയുടെ അയൽരാജ്യമായ റുവാണ്ടയിലും ബറൂഡിയിലും ഈ രോഗം സംബന്ധിച്ച് ആരോഗ്യ പ്രവർത്തകർ ലോകാരോഗ്യ സംഘടന മുന്നറിയിപ്പ് നൽകുകയും ചെയ്യുകയുണ്ടായി. ഇവിടങ്ങളിൽ കഴിഞ്ഞ ആഴ്ച അജ്ഞാത രോഗം ബാധിച്ച് 5 പേർ മരിച്ചിരുന്നു. മാർബർഗ് ആണോ ഈ മരണത്തിന് പിന്നിലെ കാരണമെന്ന് പരിശോധിക്കുന്നുമുണ്ട്. ശരീരത്തിലെ അവയവങ്ങളെയും രക്തക്കുഴലുകളെയുമാണ് ഈ രോഗം കൂടുതലും ബാധിക്കുന്നത്. ഈ രോഗം ആന്തരിക രക്തസ്രാവത്തിനും കൂടാതെ കണ്ണ്, ചെവി, വായ് എന്നിവിടങ്ങളിലൂടെ രക്തം വാർന്നു പോകാനും ഇടവരുത്തുന്നുമുണ്ട്. രോഗം ബാധിച്ച വ്യക്തിയെ സ്പർശിക്കുകയോ അതുപോലെ രോഗിയുടെ ശരീരസ്രവങ്ങൾ കൈകാര്യം ചെയ്യുകയോ ചെയ്താൽ വളരെ പെട്ടെന്ന് തന്നെ ആ വ്യക്തിയിലേക്കും ഈ രോഗം പകരുന്നതായിരിക്കും. വവ്വാലുകൾ താമസിച്ചിരുന്ന ഗുഹകളിലോ ഖനികളിലോ ദീർഘകാലം താമസിച്ചവർക്കും ഈ രോഗം പെട്ടെന്നുണ്ടാകുവാനും സാധ്യതയുണ്ട്. കടുത്ത തലവേദന, വയറിളക്കം, ഛർദിൽ, വയറുവേദന, പനി എന്നിങ്ങനെയാണ് ഈ രോഗത്തിന്റെ പ്രധാന ലക്ഷണങ്ങൾ. രോഗത്തിന്റെ ആദ്യഘട്ടത്തിൽ പലപ്പോഴും ഇബോളയോ മലമ്പനിയോ ആണെന്നായിരിക്കും പ്രധാനമായും കരുതുക. ചിലരുടെ ശരീരം തടിച്ചു വീർക്കുകയും അതുപോലെ മുഖം വികാരരഹിതമായി തീരുകയും ചെയ്യാറുണ്ട്. രോഗം ബാധിക്കുന്ന 10 പേരിൽ 9 പേരും മരിക്കാനാണ് സാധ്യതയെന്നാണ് ലോകാരോഗ്യ സംഘടന വ്യക്തമാക്കിയിട്ടുള്ളത്. നേരത്തെ റുവാണ്ടയിൽ ഈ രോഗം കണ്ടെത്തുകയുണ്ടായി. പിന്നീട് രോഗബാധിതരായ ആരും അവശേഷിക്കുന്നില്ലെന്ന് ആരോഗ്യ പ്രവർത്തകർ വ്യക്തമാക്കി. 66ഓളം പേർക്കാണ് റുവാണ്ടയിൽ നിലവിൽ ഈ രോഗം പിടിപെട്ടിട്ടുള്ളത്. ഇവരിൽ 15 പേർ നിലവിൽ മരിക്കുകയും ചെയ്തു. രോഗത്തിന്റെ ഉറവിടം എവിടെ നിന്നാണെന്ന കാര്യം സംബന്ധിച്ച് യാതൊരുവിധ വ്യക്തതയും ഇല്ലെന്നാണ് ലോകാരോഗ്യ സംഘടനാ തലവൻ വെളിപ്പെടുത്തുന്നത്.